നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ചാനലിൽ ഡി എ സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഒത്തിരി ആളുകൾ നമ്മെ വിളിച്ചിട്ടും മെസ്സേജ് ഇട്ടും വാട്സപ്പ് അയച്ചും ചോദിച്ചു ഡി ആറിനെ സംബന്ധിച്ച് കുറച്ചുകൂടെ ക്ലാരിറ്റിയോട് കൂടി പറയണം. ആ ഉത്തരവിൽ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഡി ആറിനെ കുറിച്ച് എങ്കിൽ കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി പറയണം. ഡി ആർ എന്ന് പറഞ്ഞാൽ ഡിയർനെസ് റിലീഫ്, ദുരിതാശ്വാസം, ക്ഷാമബത്ത. മറ്റത് ഡിയർനെസ് അലവൻസ് ഡി എ, അത് സർവീസിലിരിക്കുന്നവർക്കുള്ളതാണ്. പെൻഷൻ പറ്റിയവർക്കുള്ളതാണ് ഡി ആർ. യഥാർത്ഥത്തിൽ പേ റിവിഷൻ നടത്തിയ സെല്ലിൻ്റെ ഒരു ഉത്തരവ് 1/11/2025 ഇറങ്ങി. അത് നമ്മൾ ഉത്തരവിൻ്റെ നമ്പർ വരെ ഇന്നലെ പറഞ്ഞു. ആ നമ്പർ ഒന്നുകൂടി പറയാം. താല്പര്യമുള്ളവർ ആ ഉത്തരവ് ഡൗൺലോഡ് ചെയ്ത് നോക്കിയാൽ മതി. വളരെ കൃത്യമായി സർക്കാർ ഉത്തരവ് അച്ചടി നമ്പർ 139/2025/93 ധനകാര്യ വകുപ്പ്, തീയതി തിരുവനന്തപുരം 1/11/2025. ഇതാണ് ആ ഉത്തരവിൻ്റെ പേജ്, ഫസ്റ്റ് പേജ്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ ഉത്തരവ് എടുത്ത് നോക്കിയാൽ മതി, അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കണമെന്നില്ല. അപ്പോൾ ഈ ഉത്തരവിൻ്റെ 4-6 പേജുള്ളൊരു ഉത്തരവാണ്. ഇതിൻ്റെ 4ാമത്തെ പേജിലൊരു കാര്യം പറയുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ 4ാമത്തെ പേജ് തുടക്കത്തിൽ 2 എന്ന നമ്പർ ഇട്ടിട്ട് 31/5/2021 തീയതിക്ക് ശേഷം വിരമിച്ച ജീവനക്കാർ, അവരാണല്ലോ പെൻഷൻ പറ്റിയവർ, സേവനത്തിൽ നിന്ന് വിരമിക്കുന്നതിന് മുന്നോടിയായി PF അക്കൗണ്ട് അവസാനിപ്പിച്ചവർ, അതായത് PF അക്കൗണ്ടൊക്കെ പൂർത്തീകരിച്ച ആളുകൾ, മറ്റു കാരണങ്ങളാൽ PF അക്കൗണ്ട് അവസാനിപ്പിച്ചവർ, പല കാരണങ്ങൾ കൊണ്ട് PF അക്കൗണ്ട് തീർക്കുമല്ലോ, ആ തീർത്തവർ എന്നിവരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 3/4 ഗഡുക്കൾ, അതായത് 25% ഒറ്റത്തവണ പണമായി 2026 ഏപ്രിൽ 1 ശേഷം അനുവദിക്കുന്നതാണ്. നാളേക്ക് ശേഷം അനുവദിക്കുന്നതാണ്. ഒരു ക്ലാരിറ്റി കുറവ് ഇല്ല, കൃത്യമാണ് ക്ലാരിറ്റി. അതായത് വിരമിച്ച സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അവർക്കുള്ള 3/4 ഗഡുക്കൾ ഒറ്റത്തവണ പണമായി, ഒരു പ്രാവശ്യത്തെ പണമായി എന്ന് പറഞ്ഞാൽ 25% തുകയും നാളെ കഴിഞ്ഞാൽ അവർക്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്. അപ്പോൾ വലിയൊരു തുക കിട്ടുമല്ലോ. എല്ലാവരും കുറച്ച് തുക നമുക്ക് അയക്കുക കേട്ടോ. നമ്മൾ വാട്സപ്പ് നമ്പറൊക്കെ വെച്ചിട്ടുണ്ട്. വാട്സപ്പ് അല്ല, ഗൂഗിൾ പേ നമ്പർ, അതിലിട്ട് കുറേ പൈസ അയച്ചേക്കുക. അതുപോലെ 1/7/2019 മുതൽ 28/2/2021 വരെയുള്ള കാലയളവിൽ കോ ടെർമിനൻസ്, അതൊക്കെ ഈ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടൊക്കെ അല്ല, ഈ പേഴ്സണൽ സ്റ്റാഫിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ് ഈ കോ ടെർമിനൻസ് സ്റ്റാഫ് എന്നൊക്കെ പറയുന്നത്. പേഴ്സണൽ സ്റ്റാഫായി ജോലി പൊതുമേഖലാ ഗ്രാൻഡിനേഡ് സഹകരണ സ്ഥാപനത്തിൽ നിന്നുമുള്ള കോ ടെർമിനൻസ് ജീവനക്കാർക്ക് PF അക്കൗണ്ടിൻ്റെ അഭാവത്തിൽ സേവന കാലയളവിൻ്റെ പരിഷ്കരണ കുടിശ്ശികയുടെ 3/4 ഗഡുക്കൾ ഒറ്റത്തവണയായി 26 ശേഷം അനുവദിക്കുന്നതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഇത് ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ മരണമടഞ്ഞ ജീവനക്കാരുടെയും പരന്ന ശമ്പള കുടിശ്ശിക പ്രസ്തുത ജീവനക്കാർക്ക് ആശ്രിതർക്ക് ഒറ്റത്തവണ അനുവദിക്കുന്നതിന് അനുമതി നൽകിക്കൊണ്ട് 30/8/2024 ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരവ് തുടർന്നും പ്രാബല്യം ഉണ്ടായിരിക്കുന്നതാണ്. ഇതാണ് പറയുന്നത്. പക്ഷേ ഇതിനകത്തുള്ള രസകരമായ കാര്യം, ഈ 2025 മുമ്പേ കുറേ ഉത്തരവുകൾ ഇറങ്ങി, ഈ DRൻ്റെ ഇത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആ ഉത്തരവൊക്കെ ഈ സാമ്പത്തിക പ്രതിസന്ധി മൂലം മരവിപ്പിച്ചു എന്നാണ് ഇതിനകത്ത് വളരെ രസകരമായി പറഞ്ഞിരിക്കുന്ന കാര്യം ഈ ഉത്തരവിൽ. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് കൂടുതൽ നമുക്ക് ഇനി ചർച്ചയുടെ കാര്യമില്ല. എന്തായാലും വിരമിച്ച ഉദ്യോഗസ്ഥർക്കെല്ലാം തന്നെ ഇത് ഈ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കുടിശ്ശിക കിട്ടും എന്നാണ് പറയുന്നത്. ശമ്പള പരിഷ്കരണത്തിൻ്റെ കുടിശ്ശികയാണ് ഈ പറയുന്നത്. പരിഷ്കരിച്ചുകൊണ്ട് ഉത്തരപ്പെടും, അതായത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക 25%. DR അല്ല ഞാൻ ഈ പറയുന്നത്. DR എന്ന് എഴുതിയെങ്കിലും ശമ്പള പരിഷ്കരണ കുടിശ്ശികയാണ് 25%, 4 ഗഡുക്കളായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. അതിൽ 2 ഗഡു നേരത്തെ കൊടുത്തു, ആ 2 ഗഡു കൊടുത്തിട്ടില്ല. അത് കൊടുക്കുന്നതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കൃത്യമായി 25% ഗഡു, 25% തുക ഇപ്പോൾ കിട്ടാൻ, ഏപ്രിൽ 1 ശേഷം കിട്ടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അത് എല്ലാവരും വാങ്ങിയെടുക്കണമെന്നാണ് എനിക്ക് വ്യക്തമായി അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഈ 4 ഗഡുക്കളായി ജീവനക്കാരുടെ PF അക്കൗണ്ട് വ്യക്തമാക്കി വീതമുള്ള 4 ഗഡുക്കളായി എന്നാണ് പറഞ്ഞത്. പക്ഷേ അത് 1-2 ഗഡുക്കൾ നേരത്തെ കൊടുത്തെന്നുള്ള അവസ്ഥയിലാണ് പറയുന്നത്. 3-4 ഗഡുക്കളാണിപ്പോൾ ഒറ്റത്തവണയായിട്ട് പണമായിട്ട് തരുന്നത്. അപ്പോൾ നേരത്തെ ഇറക്കിയ 2025 ഇറക്കിയ ഒരു ഉത്തരവിലാണ് ഇതെല്ലാം പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് 2026 ഏപ്രിൽ 1 ശേഷം കൃത്യമായി ഇത് തരും എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് മേടിക്കുക. അതുപോലെ തന്നെ
മരണമടഞ്ഞവരുടെ 2031/5/2021 ശേഷം സേവനത്തിലിരിക്കെ മരണമടഞ്ഞ എല്ലാ ജീവനക്കാരുടെയും 11ാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക, ശമ്പള പരിഷ്കരണമാണേ, ഞാൻ DR അല്ല ഇത്, ശമ്പള പരിഷ്കരണ കുടിശ്ശിക പ്രസ്തുത ജീവനക്കാർ ആശ്രിതർക്ക് ഒറ്റത്തവണ അനുവദിക്കുന്നതിന് അനുമതി നൽകുന്ന ഉത്തരവ് തുടർന്ന് പ്രാബല്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, അത് ഒന്നുകൂടി ഉറപ്പിച്ച് പറഞ്ഞു. ഇനി ഡെപ്യൂട്ടേഷനിലേക്ക് പോയിരിക്കുന്ന 2019-21 കാലയളവിലും ഇപ്പോഴും ഡെപ്യൂട്ടേഷനിലിരിക്കുന്ന ജീവനക്കാരുടെ 11ാം ശമ്പള കുടിശ്ശികയുടെ 3/4 ഗഡുക്കൾ ധനകാര്യ വകുപ്പ് 42/2021 ധനകാര്യ വകുപ്പ് 30/4/2021 പ്രകാരമുള്ള സർക്കുലർ നിർദ്ദേശങ്ങൾ വിധേയമായി സർക്കാർ ശീർഷകത്തിൽ നിന്നും ജീവനക്കാരുടെ PF അക്കൗണ്ടിലേക്ക് 26 ഏപ്രിൽ 1 ശേഷം ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഡെപ്യൂട്ടേഷനിൽ ഇരിക്കുന്നവരുടെ ക്രെഡിറ്റ് ചെയ്യും, വിരമിച്ചു പോയവരുടെ ക്രെഡിറ്റ് ചെയ്യും, PF കട്ടായി പോയവരുടെ മീൻസ് പൂർത്തിയാക്കിയവരുടെ ക്രെഡിറ്റ് ചെയ്യും, ഇങ്ങനെയുള്ള എല്ലാവരുടെയും ക്രെഡിറ്റ് ചെയ്യും. ഇനി ഒരു കാര്യം കൂടി, 1/7/2019 മുതൽ 2/8/2021 വരെ കാലയളവിൽ PSC മുഖേന നിയമനം നടത്തുന്ന തസ്തികകളിൽ PSC ലിസ്റ്റിൻ്റെ അഭാവത്തിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി നിയമിക്കപ്പെട്ടതും സേവനത്തിൽ തുടരുന്നതും PF അക്കൗണ്ട് നിലവിലുമുള്ളത് ജീവനക്കാർക്ക് 11ാം ശമ്പള പരിഷ്കരണ 3/4 ഗഡുക്കൾ ജീവനക്കാരുടെ PF അക്കൗണ്ടിലേക്ക് ഏപ്രിൽ 1 ശേഷം, അതായത് നാളേക്ക് ശേഷം ക്രെഡിറ്റ് ചെയ്യും. PF അക്കൗണ്ട് അത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ളവരാണ്, PF ഉള്ളവരാണ്, അവർക്ക് അങ്ങനെയാണെങ്കിൽ PF അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. അതേസമയം എംപ്ലോയീസ് നിയമിക്കപ്പെട്ട നിലവിൽ സേവനത്തിൽ ഇല്ലാത്തവരുണ്ടെന്ന് വിചാരിക്കുക, അവർക്ക് PF അക്കൗണ്ട് നിലവിലില്ലാത്തവർക്കും കുടിശ്ശികയുടെ 3/4 ഗഡുക്കൾ ഒറ്റത്തവണ പണമായി ഏപ്രിൽ 1 ശേഷം അനുവദിക്കുന്നതാണ്. അപ്പം PF അക്കൗണ്ട് ഇപ്പോഴുള്ളവർക്ക് അതിലേക്ക് വിടും, അത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വന്നവരാണെങ്കിലും PF അക്കൗണ്ട് ഇല്ലെങ്കിൽ അവരെ പൈസ എവിടെ വിടും? നേരിട്ട് കൊടുക്കും. ഇതാണ്. അപ്പോൾ വിരമിച്ചവർക്ക് പിന്നെ PF അക്കൗണ്ട് മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്ക് നേരിട്ട് പണമായി കൊടുക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ കൃത്യമായ ഒരു ഉത്തരവാണ്. ഇത് നിങ്ങൾ നാളെ മുതൽ അക്കൗണ്ടിലേക്ക് പണം വന്നോ എന്നുള്ളത് ഒന്ന് അന്വേഷിക്കുക.